Radio Lime News Update. Brought to you by കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. നാട്ടുകാരായ തടവുകാർക്കു വേണ്ടി ബ്രിട്ടനിലെ ജയിലുകളിലെ വിദേശ കുറ്റവാളികളെ നാടുകടത്താൻ നീക്കം. ബ്രിട്ടനിൽ ജയിലുകളിലെ തിരക്ക് ലഘൂകരിക്കാനുള്ള അടിയന്തര നടപടികളുമായി ലേബർ സർക്കാർ. സെപ്റ്റംബർ 1 ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കുമെന്ന് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദ് അറിയിച്ചിരുന്നു. ജയിൽ സംവിധാനത്തിന്റെ തകർച്ച ഒഴിവാക്കാനാണ് നടപടി എന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ജയിലുകൾ നിറഞ്ഞു കവിയുമെന്ന് പ്രിസൺ ഗവർണേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബ്രിട്ടനിലെ ജയിലുകൾ തിങ്ങി നിറഞ്ഞ് പുതിയ ക്രിമിനലുകളെ ജയിലിലേക്ക് ശിക്ഷ നൽകി അയക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഈ ഘട്ടത്തിൽ ജയിലുകളിലുള്ള ക്രിമിനലുകളെ ശിക്ഷ പൂർത്തിയാക്കുന്നതിന് മുൻപ് വിട്ടയക്കാനുള്ള പരിപാടിയും നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് UK ജയിലുകളിൽ 12% വിദേശ തടവുകാരാണെന്ന് തിരിച്ചറിയുന്നത്. ഇതോടെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനായി വിദേശ കുറ്റവാളികളെ നാടുകടത്താനുള്ള നീക്കത്തിലാണ് ലേബർ സർക്കാർ. കിങ്സ് സ്പീച്ചിൽ ഈ പദ്ധതി പ്രഖ്യാപനമുണ്ടാകും. വിദേശ ക്രിമിനലുകളെ ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ നീക്കം ചെയ്യുന്നത് വഴി 5000 ഇടങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. NHS ക്യാൻസർ ചികിത്സ തുടങ്ങാൻ 100 ദിവസം കാത്തിരിക്കേണ്ട സ്ഥിതി. ക്യാൻസർ രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ പോലും NHSൽ അതിവേഗ ചികിത്സ സാധ്യമല്ല. ചികിത്സ ആരംഭിക്കാൻ 100 ദിവസമെങ്കിലും കാത്തിരിക്കുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷത്തിനിടെ കുതിച്ചുയർന്നതായാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിൽ അടിയന്തര റഫറൽ നൽകുന്ന 8 പേർക്ക് അടുത്ത 2022 3.5 മാസത്തോളം കാത്തിരിപ്പ് നേരിട്ടതായാണ് കണ്ടെത്തൽ. 2017 ഇത് 25 1 എന്ന നിലയിലായിരുന്നു. ഇതോടെ മഹാമാരിക്ക് ശേഷം നിരക്കിൽ 3 ഇരട്ടി വർധനവാണ് ഉണ്ടായതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്യാൻസർ നേരത്തെ സ്ഥിരീകരിക്കുന്നത് ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കും. കൂടാതെ രക്ഷപ്പെടാനുള്ള സാധ്യത 8 ഇരട്ടി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ഡേറ്റകൾ സൂചിപ്പിക്കുന്നു. ജീവനക്കാരുടെ ക്ഷാമത്തിനു പുറമെ ബെഡുകളുടെയും ആശുപത്രി ഉപകരണങ്ങളുടെയും കുറവ് ഹെൽത്ത് സർവീസിൽ അമിത സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് വിദഗ്ധർ കുറ്റപ്പെടുത്തുന്നു. 60 മുതൽ 69 വരെ പ്രായമുള്ള ആളുകളാണ് ദീർഘമായ കാത്തിരിപ്പിൽ പ്രധാനമായും പെടുന്നതെന്നും പരിശോധനയിൽ വ്യക്തമാക്കി. അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ NHSന് പിടിച്ചു നിൽക്കാനും സാധിക്കില്ലെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. UK പ്രായമേറുന്ന ജനസംഖ്യ വർദ്ധിക്കുന്നതിനാൽ 2040 ആകുമ്പോൾ ഓരോ വർഷവും 500 മില്യൺ പുതിയ ക്യാൻസർ കേസുകൾ തിരിച്ചറിയും. ക്യാൻസർ റിസർച്ച് UK ക്ലിനിക്കൽ അഡ്വൈസർ ഡോക്ടർ ജോൺ ബട്ട്ലർ വ്യക്തമാക്കുന്നു. ഈസ്റ്റ് ലണ്ടനിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം 3 ഈസ്റ്റ് ലണ്ടനിൽ വീടിന് തീപിടുത്തമുണ്ടായതിനെ തുടർന്നുള്ള അപകടത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം 3 സംഭവത്തിൽ നേരത്തെ 2 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. ശനിയാഴ്ച രാവിലെ 8:30 നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ഒരു കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് മരണമടഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് 3ാമത്തെ കുട്ടി മരണമടഞ്ഞത്. തീപിടുത്തത്തിൽ പരിക്കേറ്റ് 2 പേർ ആശുപത്രിയിൽ തുടരുകയാണ്. അധികം പരിക്കുകളില്ലാത്ത ഒരാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. എങ്കിലും ഔട്ട് പേഷ്യന്റായി ചികിത്സയിൽ തുടരുകയാണെന്നാണ് വിവരം. അപകടത്തിൽപ്പെട്ട 6 പേരും ഒരുമിച്ച് താമസിച്ചിരുന്നവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളുമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. വീടിന് അഗ്നിബാധയുണ്ടായതിനെ തുടർന്ന് 3 കുട്ടികൾ മരിച്ച സംഭവം കടുത്ത ദുഃഖം ഉളവാക്കുന്നതാണെന്ന് ന്യൂഹാം മേയർ റോക്സാന ഫിയാസ് പറഞ്ഞു. സംഭവത്തിന് എന്തെങ്കിലും ദുരൂഹത ഉണ്ടെന്നതിന് നിലവിൽ പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. കുട്ടികളുടെ പ്രായം തുടങ്ങിയ ഒരു കാര്യവും പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല. തീപിടുത്തമുണ്ടായ ഉടനെ വീട്ടിലുള്ളവരെ രക്ഷപ്പെടുത്താൻ ഇഷ്ടിക കഷ്ണങ്ങൾ ഉപയോഗിച്ച് ജനൽച്ചില്ല് തകർക്കാൻ ശ്രമിച്ചതായി സമീപവാസികൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. 40 ഫയർഫോഴ്സ് ജീവനക്കാരും 6 ഫയർ എഞ്ചിനുകളും ചേർന്നാണ് തീ അണച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. വെയിറ്റിംഗ് ടിക്കറ്റുമായി യാത്ര ചെയ്താൽ വലിയ പിഴ നൽകണം. ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ നിയമം. ഒരു സുപ്രധാന നീക്കവുമായി ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുന്നു. വെയിറ്റിംഗ് ടിക്കറ്റ് കൈവശമുള്ള യാത്രക്കാർക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇത്. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് താൽക്കാലിക വെയിറ്റിംഗ് ടിക്കറ്റുള്ള യാത്രക്കാർക്ക് റിസർവ് ചെയ്ത കോച്ചുകളിൽ കയറാൻ അനുവദിക്കില്ല. ടിക്കറ്റ് ഓൺലൈനായോ കൗണ്ടറിൽ നിന്നോ വാങ്ങിയാലും കാത്തിരിപ്പ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കുകയും പിഴ അടയ്ക്കുകയും ചെയ്യേണ്ടതാണെന്ന് ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചു. റിസർവ് ചെയ്ത കോച്ചുകളിലെ തിരക്ക് കൂടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ പുതിയ രീതി. വർഷങ്ങളായി ഇന്ത്യയിൽ റെയിൽവേ ടിക്കറ്റ് വാങ്ങുന്നതിന് 2 രീതികളാണുള്ളത്. ഒരു കൗണ്ടർ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഒരു ഫോം പൂരിപ്പിക്കുക, ടിക്കറ്റ് നേടുക എന്നിവയാണ് പരമ്പരാഗത രീതി. ഉറപ്പിച്ച സീറ്റുകൾ ലഭ്യമല്ലെങ്കിൽ യാത്രക്കാർക്ക് വെയിറ്റിംഗ് ടിക്കറ്റ് സ്വീകരിക്കാൻ അവസരമുണ്ട്. ടിക്കറ്റുകളുടെ ലഭ്യത വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന IRCTC വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴിയുള്ള ഓൺലൈൻ ബുക്കിംഗ് ആണ് 2ാമത്തെ രീതി. ഒരു താൽക്കാലിക വെയിറ്റിംഗ് ടിക്കറ്റ് ഓൺലൈനായി വാങ്ങുകയും സ്ഥിരീകരിക്കപ്പെടാതെ തുടരുകയും ചെയ്താൽ അത് സ്വയമേവ റദ്ദാക്കപ്പെടുകയും നിരക്ക് തിരികെ നൽകുകയും ചെയ്യും. എന്നിരുന്നാലും ഒരു താൽക്കാലിക ടിക്കറ്റ് കൈവശം വച്ചാൽ, പ്രത്യേകിച്ച് ഒരു കൗണ്ടറിൽ നിന്ന് വാങ്ങിയത്, സ്ലീപ്പർ അല്ലെങ്കിൽ AC ക്ലാസുകൾ പോലെ റിസർവ് ചെയ്ത കോച്ചുകളിൽ കയറാൻ അനുവദിക്കുമെന്ന് ചില യാത്രക്കാർ വിശ്വസിക്കപ്പെടുന്നു. അവിടെയാണ് റെയിൽവേയുടെ പുതിയ നിയമം ഇങ്ങനെയുള്ളവർക്ക് ബാധകമാകുന്നത്. ഇനി മുതൽ
വെയിറ്റിംഗ് ടിക്കറ്റുമായി യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന റെയിൽവേയുടെ പുതിയ നിയമം. ട്രേഡ് യൂണിയനുകൾ നോക്കുകുത്തി. സ്വകാര്യ ബസ് പണിമുടക്ക് 3-ാം ദിവസത്തിലേക്ക്. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ തൊഴിലാളി യൂണിയനുകളുടെ പിന്തുണയില്ലാതെ ആരംഭിച്ച ബസ് പണിമുടക്ക് 2-ാം ദിവസവും പൂർണ്ണം. ട്രേഡ് യൂണിയനുകളെ നോക്കുകുത്തികളാക്കി സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ച മുതൽ സാധാരണഗതിയിൽ സർവീസ് നടത്തുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. യൂണിയൻ നേതൃത്വങ്ങളെ അംഗീകരിക്കാതെ ആരംഭിച്ച പണിമുടക്ക് അവസാനിപ്പിക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. ബസ് ഉടമകളും തൊഴിലാളി യൂണിയൻ നേതൃത്വങ്ങളും സമരത്തിനെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ആർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം. ബസ് സർവീസ് നടത്താത്തതിൽ ബസ് ഉടമകൾക്കും നഷ്ടമുണ്ട്. 2-ാം ദിവസവും കണ്ണൂർ കോഴിക്കോട് വടകര കോഴിക്കോട് റൂട്ടിലേക്കുള്ള സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെച്ചത്. മറ്റു സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ കൃത്യമായി നടക്കുന്നതിനാലും KSRTC കൂടുതൽ ഷെഡ്യൂളുകൾ ആരംഭിച്ചതിനാലും യാത്രക്കാർക്ക് പ്രയാസമില്ല. 2 ദിവസങ്ങളിലായി വിദ്യാലയങ്ങളും ചൊവ്വാഴ്ച സർക്കാർ അവധിയും ആയതിനാൽ യാത്രാക്ലേശം രൂക്ഷമല്ല. എന്നാൽ സമരം നീണ്ടാൽ യാത്ര ബുദ്ധിമുട്ടിലാകും. 7ാം ശമ്പള കമ്മീഷൻ. കർണാടക ജീവനക്കാർക്ക് 27% ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. കർണാടക സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി. 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകളെ തുടർന്ന് തിങ്കളാഴ്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ് 1 മുതൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ 27.5% വർധനവ് ഉണ്ടാകും. ഈ ക്രമീകരണം സംസ്ഥാന ജീവനക്കാരുടെ സാമ്പത്തിക ക്ഷേമം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ഈ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പ്രതിവർഷം 17,440.15 കോടി രൂപ അധിക ചിലവ് വരും. ഈ നീക്കം ജീവനക്കാരുടെ സംതൃപ്തിയും നിലനിർത്തലും വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യായമായ നഷ്ടപരിഹാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടിയുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയാണ് ശമ്പള വർധനവ് പ്രതിഫലിപ്പിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിലൂടെ ധാർമ്മികതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ സംസ്ഥാനം ലക്ഷ്യമിടുന്നു. ഇത് കൂടുതൽ കാര്യക്ഷമമായ പൊതുസേവനങ്ങളിലേക്ക് നയിക്കും. 2023 മാർച്ചിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബസവരാജ് ബൊമ്മൈ ജീവനക്കാർക്ക് 17% ഇടക്കാല ശമ്പള വർധനവ് അനുവദിച്ചിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. അർജന്റീന താരങ്ങളുടെ വംശീയാധിക്ഷേപം ഫ്രാൻസ് നിയമപരമായി നീങ്ങും. അർജന്റീന താരങ്ങൾ ഫ്രാൻസ് കളിക്കാരെ ലക്ഷ്യമിട്ട് വംശീയാധിക്ഷേപം നടത്തിയതിന് എതിരെ ഫ്രാൻസ് ഔദ്യോഗികമായി നിയമ നടപടികൾ നടത്തും. അർജന്റീന അവരുടെ വിജയാഘോഷങ്ങളുടെ ഭാഗമായി ഫ്രാൻസ് താരങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പാട്ടുപാടുന്ന വീഡിയോ വലിയ വിവാദമായിരുന്നു. ഫ്രഞ്ച് FA ഫെഡറേഷൻ ഫ്രാൻസിസ് ഡി ഫുട്ബോൾ ഇതിൽ ഔദ്യോഗികമായി പ്രതികരിച്ചു. ഫ്രാൻസിന്റെ താരങ്ങളുടെ ഉദ്ഭവത്തെ പരിഹസിച്ചുകൊണ്ടാണ് തീർത്തും അപലപനീയമായ ഗാനം അർജന്റീന താരങ്ങൾ പാടിയത്. ഫ്രഞ്ച് FA ഇക്കാര്യത്തിൽ ഫിഫയെ സമീപിക്കുമെന്ന് AFP അറിയിച്ചു. നിയമപരമായ പരാതി നൽകുമെന്നും AFF പ്രഖ്യാപിച്ചു. ഗ്രേഗ് സ്റ്റുവർട്ടിനെ സ്വന്തമാക്കാനായി മോഹൻ ബഗാൻ രംഗത്ത്. ISL കണ്ട മികച്ച വിദേശ താരങ്ങളിൽ ഒരാളായ ഗ്രേഗ് സ്റ്റുവർട്ടിനെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ മോഹൻ ബഗാൻ ശ്രമം. കഴിഞ്ഞ ജനുവരിയിൽ സ്കോട്ട്ലൻഡിലേക്ക് തിരികെ പോയ സ്റ്റുവർട്ടിനായി മോഹൻ ബഗാൻ വലിയ ഓഫർ നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ജനുവരിയിൽ മുംബൈ സിറ്റി വിട്ട് സ്റ്റുവർട്ട് സ്കോട്ടിൽ ക്ലബായ കിൽമർനോക്കിലേക്ക് പോയിരുന്നു. 2022 ഗ്രേഗ് ജംഷഡ്പൂർ വിട്ട് മുംബൈ സിറ്റിയിലെത്തിയത്. മുംബൈയെ ഷീൽഡ് നേടാൻ അദ്ദേഹം സഹായിച്ചിരുന്നു. നേരത്തെ ജംഷഡ്പൂർ ISL ഷീൽഡ് നേടുന്നതിലും വലിയ പങ്കുവഹിക്കാൻ സ്റ്റുവർട്ടിനായിരുന്നു. 10 ഗോളും 10 അസിസ്റ്റും ആ സീസണിൽ ജംഷഡ്പൂരിൽ സ്റ്റുവർട്ട് സംഭാവന ചെയ്തിരുന്നു. ഇനി പോരാട്ടം ലങ്കൻ മണ്ണിൽ. ഏഷ്യ കപ്പ് T20ക്കായി ഇന്ത്യൻ വനിതാ ടീം ശ്രീലങ്കയിലെത്തി. ജൂലൈ 19 ദാംബുള്ളയിൽ ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് T20ക്കായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ചൊവ്വാഴ്ച ശ്രീലങ്കയിലെത്തി. ഈ ഒക്ടോബറിൽ ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിനുള്ള നിർണായക തയ്യാറെടുപ്പാണ് ടൂർണമെന്റ്. ആദ്യ ദിനത്തിൽ അതിശക്തരായ പാകിസ്ഥാനെതിരായ ഹൈ ഒക്ടെയിൻ പോരാട്ടത്തോടെയാണ് ഇന്ത്യ തങ്ങളുടെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അതേ ദിവസം UAEയും നേപ്പാളും തമ്മിലുള്ള മത്സരത്തിനും സാക്ഷ്യം വഹിക്കും. ടൂർണമെന്റ് ഫോർമാറ്റിൽ 2 ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നു. ആതിഥേയരായ ശ്രീലങ്ക, മലേഷ്യ, തായ്ലൻഡ്, ബംഗ്ലാദേശ് എന്നിവർ ഗ്രൂപ്പ് B രൂപീകരിക്കുന്നു. ഓരോ ടീമും തങ്ങളുടെ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുകയും ലോകകപ്പിന് മുമ്പായി വിലപ്പെട്ട മത്സരാനുഭവം നേടുകയും ചെയ്യും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 108.40 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.